ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം റിലീസായ പ്രേമലു ആണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ലാസ്റ്റ് ബാച്ചിലെ സെൻഡ് ഓഫിൽ നിന്നാണ്. വിവേക് എന്ന പേരുള്ള ഒരുത്തൻ തൻ്റെ കോളേജിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് തള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായകനായ സച്ചിനും കൂട്ടുകാരനും അങ്ങോട്ടേക്ക് വരുന്നത്. സെൻഡ് ഓഫ് ആയതുകൊണ്ട് സച്ചിൻ കുറച്ച് മദ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് സച്ചിൻ തൻ്റെ കോളേജിലെ ഓൺ സൈഡ് ലവറായ നീതുവിനെ വിളിച്ചു അവളോട് ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ അവൾ പറയും എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. സച്ചിൻ്റെ 4 കൊല്ലത്തെ ഓൺ സൈഡ് ലവ് ആണ് അവളുടെ ഒറ്റ വാക്കിൽ പൊലിഞ്ഞു പോയത്. അങ്ങനെ പ്രേമമൊക്കെ പൊട്ടി വീട്ടിലെത്തിയ സച്ചിൻ അമ്മയോട് താൻ UK പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ് പണം വാങ്ങിത്തരുന്ന കാര്യം എന്തായെന്ന് അമ്മയോട് ചോദിക്കും. എന്നാൽ അമ്മ പറയും ഞാൻ നിന്റെ അച്ഛനോട് മിണ്ടാറില്ലല്ലോ, നീ തന്നെ അങ്ങ് നിന്റെ അച്ഛനോട് ചോദിച്ചാൽ മതി. അപ്പോഴേക്കും സച്ചിൻ്റെ ചേച്ചി കാമുകൻ പറഞ്ഞിട്ട് തടി കുറയ്ക്കാനായി ജിമ്മിൽ പോയ ശേഷം അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഉച്ചയ്ക്ക് ബേക്കറിയിൽ നിന്ന് ചോറ് കഴിക്കാനായി വന്ന അച്ഛനോട് സച്ചിൻ UK പോകാൻ കുറച്ച് പണം സെറ്റാക്കി തരണമെന്ന് പറയും. എന്നാൽ അച്ഛൻ്റെ സംസാരം കേൾക്കുമ്പോൾ അതൊന്നും നടപടിയാകില്ല എന്ന് അവന് മനസ്സിലായി. ദേഷ്യം വന്ന് അവൻ പറയും ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പണം സെറ്റാക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അവൻ ഏജൻസിയിലേക്ക് വന്ന് UK പോകാനുള്ള വിസ കിട്ടാനുള്ള ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. ഒരു ദിവസം സച്ചിൻ തൻ്റെ അച്ഛൻ്റെ ബേക്കറിയിലെ സാധനങ്ങൾ ഒരു വീട്ടിൽ ഡെലിവറി ചെയ്യുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറയും നമ്മുടെ UK വിസ വന്നിട്ടുണ്ട്, അത് പാഴ്സൽ ഓഫീസിൽ പോയി എടുക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൊറിയർ ഓഫീസിൽ പോയി വിസ നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വിസയിൽ UK വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പൈസയുടെ കാര്യം സെറ്റാവാത്തത് കൊണ്ട് തന്നെ സച്ചിൻ്റെ വിസ സെറ്റായിട്ടില്ല. വിസ കിട്ടാത്തതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സച്ചിൻ തൻ്റെ ബേക്കറിയിലെ കേക്ക് ഡെലിവറി ചെയ്യാനായി ഒരു വീട്ടിൽ ചെല്ലുമ്പോഴാണ് അത് തൻ്റെ പഴയ ഫ്രണ്ടായ അമൽ ഡേവിസിൻ്റെ വീടാണെന്ന് അറിയുന്നത്. അങ്ങനെ അമൽ ഡേവിസ് സച്ചിനെയും കൂട്ടി തൻ്റെ റൂമിലേക്ക് പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലോ, ഇനി നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കും. UK പോവാനായിരുന്നു എൻ്റെ പ്ലാൻ, പക്ഷേ എൻ്റെ വിസ റിജക്റ്റായി. ഇനി 6 മാസം കഴിഞ്ഞാലേ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുവരെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണമെന്ന് സച്ചിൻ അമൽ ഡേവിസിനോട് പറഞ്ഞു. എന്നിട്ട് അവൻ ശരിയടാ ഞാൻ പോണുവെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ അന്ന് വൈകിട്ട് അമൽ ഡേവിസ് സച്ചിൻ്റെ ബേക്കറിയിലേക്ക് വന്ന് അവനോട് പറയും ഞാൻ ഗേറ്റിൻ്റെ എക്സാം കോച്ചിങ്ങിനായി ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്, നീയും ഇവിടെ നിന്ന് 6 മാസത്തേക്ക് മാറി നിൽക്കണമെന്നല്ലേ പറഞ്ഞത്, നീയും എന്നോടൊപ്പം കോച്ചിങ്ങിന് വരുന്നോ എന്ന് അമൽ ഡേവിസ് സച്ചിനോട് ചോദിക്കും. എന്നാൽ ഇതേ സമയം കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് റീനു എന്ന പെൺകുട്ടി ജോലി കിട്ടി വരികയാണ്. റീനു ഓഫീസിലെത്തി തൻ്റെ കൂട്ടുകാരെ എല്ലാം പരിചയപ്പെടുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഓഫീസിലെ കൊളീഗായ കാർത്തിക വന്ന് റീനുവിനോട് പറയും ഇവിടുത്തെ ടീം ഹെഡ് വിളിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന്. എന്നാൽ അത് അവരുടെ ടീം ലീഡറായ ആദി അവൾക്ക് വേണ്ടി വെച്ചൊരു സ്പെഷ്യൽ പാർട്ടി ആയിരുന്നു. ആദിയും ഒരു മലയാളിയാണ്. ആദിയുടെ വൈബ് സംസാരിക്കുമ്പോൾ തന്നെ റീനുവിനെ ഇഷ്ടമാകും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അവരുടെ വീട്ടുകാര്യങ്ങളും ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നൊക്കെ സംസാരിക്കും. അങ്ങനെ ജോലി കഴിഞ്ഞ് തൻ്റെ കൊളീഗായ കാർത്തികയോടൊപ്പം തൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് വരികയാണ് അവൾ. അവിടെ റിയ എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ അമൽ ഡേവിസും സച്ചിനും ഗേറ്റിന്റെ എക്സാം കോച്ചിങ്ങിനായി ഹൈദരാബാദിലേക്ക് വരും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. സച്ചിനും ഗേറ്റിന്റെ എക്സാമിനായി അവിടെ ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്നിരുന്നു. അവന് പഠിത്തത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ഓഫീസിൽ വെച്ച് റീനുവും ടീം ലീഡറായ ആദിയും തമ്മിൽ കൂടുതൽ അടുക്കും. ആദിക്ക് റീനുവിനെ ആദ്യം തൊട്ടേ ഒരു നോട്ടമുണ്ടായിരുന്നു. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ റീനുവിന്റെ ആദ്യത്തെ ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നും കരുതുക അവർ 3 പേരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു കുപ്പിയൊക്കെ എടുക്കും. എന്നാൽ ഇതേ സമയം അമൽ ഡേവിസും സച്ചിനും വെള്ളമടിയൊക്കെയായി ഹൈദരാബാദിൽ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. റീനുവും തന്റെ കൊളീഗ്സിനോടൊപ്പം ഹൈദരാബാദിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു തന്നെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് അവളുടെ ടീം ലീഡറായ ആദിയുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡാകും. അങ്ങനെ ഒരു ദിവസം രാത്രി അമൽ ഡേവിസും അവന്റെ കാമുകിയും കൂടി സംസാരിക്കുമ്പോൾ അവർക്ക് ശല്യമാകണ്ടെന്നും കരുതി സച്ചിൻ അവിടെ നിന്ന് എണീറ്റ് പുറത്തു പോയി കിടക്കും. എന്നാൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുന്ന സച്ചിൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോകും. സച്ചിന്റെ സാർ ഒരു മലയാളിയാണ്. അവനെ എണീപ്പിച്ച് നിർത്തിയ ശേഷം നീ എത്ര വേണമെങ്കിലും കിടന്നിറങ്ങിക്കോ, പക്ഷെ കൂർക്കം വലിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തരുതെന്ന് പറയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവർ രണ്ടുപേരും റെസ്റ്റോറന്റിൽ വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാർ അങ്ങോട്ടേക്ക് വന്ന് അവരോട് പറയും എന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, ആന്ധ്രയിൽ വെച്ചാണ് കല്യാണം, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞ് കല്യാണത്തിന് വിളിക്കും. എന്നാൽ ഇതേ സമയം റെസ്റ്റോറന്റിലിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്ന റീനുവും കൂട്ടുകാരും ഒരു ഗെയിം കളിക്കും. റീനുവിന്റെ ഫ്രണ്ട് നീ ഈ കൂട്ടത്തിൽ ആരെ കല്യാണം കഴിക്കും, ആരെ കൊല്ലുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം കല്യാണം കഴിക്കും, നിന്നെ കൊല്ലുമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ആദ്യം അവരോട് പറയും നിങ്ങൾ ആരും ഇപ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ ഈ സില്ലി ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നോ എന്നും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് പോകും. എന്നാൽ റീനു ആ ഗെയിമിൽ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ അവൻ ബാത്റൂമിലേക്ക് വന്ന് ഡാൻസ് കളിക്കും. എന്നിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് തിരികെ വന്ന ശേഷം പറയും അടുത്ത ആഴ്ച നമ്മുടെ ധന്യയുടെ കല്യാണമാണ്, അപ്പോൾ എല്ലാവരും ആന്ധ്രയിലേക്ക് പോകാൻ റെഡി ആയിക്കൊള്ളാൻ പറയും.
അങ്ങനെ അടുത്ത ആഴ്ച അവരെല്ലാവരും ആദിയുടെ കാറിൽ ആന്ധ്രയിലേക്ക് പോവുകയാണ്. കല്യാണത്തിന്റെ തലേന്ന് അവർക്ക് സർപ്രൈസായി ഒരു ഡാൻസ് പെർഫോമൻസും ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ അവർ ആന്ധ്രയിലെ ആ കല്യാണ വീട്ടിലേക്ക് എത്തും. അവരെല്ലാവരും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കും. അതിനുശേഷം ആദി ആ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് പുറത്തു നിൽക്കും. പെട്ടെന്നൊരു മിനി കൂപ്പർ അവരുടെ നേരെ സ്പീഡിന് വരും. എന്നാൽ അത് കല്യാണം കൂടാനായി വന്ന അമൽ ഡേവിസും സച്ചിനുമായിരുന്നു. എന്നാൽ ജസ്റ്റിനെ വണ്ടിയിടിക്കാതെ രക്ഷപ്പെട്ട ആദി ദേഷ്യത്തിൽ അമൽ ഡേവിസിന്റെയും സച്ചിന്റെയും അടുത്തേക്ക് വന്നു. നീയൊക്കെ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ അപ്പോഴാണ് അവർ മലയാളികളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ കല്യാണം കൂടാൻ വന്നതാണ്, ഒരു അബദ്ധം പറ്റിയതാണെന്ന് അവർ പറയും. എന്നാലും ദേഷ്യം വന്ന ആദി അവരെ വിടാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്ക് റീനു അങ്ങോട്ടേക്ക് വന്ന് ആ പ്രശ്നമെല്ലാം സോൾവ് ആക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങോട് കൂടി ഹൽദി ഫംഗ്ഷൻ നടക്കുകയാണ്. റീനുവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ റീനുവിനെ നോക്കി നിൽക്കുകയായിരുന്ന സച്ചിൻ അമലിനോട് പറയും എനിക്ക് റീനുവിനെ ഇഷ്ടമായി എന്ന്. എന്നാൽ അതിനുശേഷം അന്നവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ അമലും സച്ചിനും കൂടി ഇവിടുത്തെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് മദ്യം വാങ്ങി കഴിക്കുകയാണ്. അങ്ങനെ മദ്യപാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് റീനുവും കൂട്ടുകാരും നടത്തുന്ന ഡാൻസ് പരിപാടി അവർ കാണുന്നത്. പിന്നെ സച്ചിനും അമലും ആ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെ അവർ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണനായി വേഷമിട്ടുകൊണ്ട് ആദി ആ സ്റ്റേജിലേക്ക് കയറി വരുന്നത്. എന്നാൽ ആദിയും റീനുവും ഡാൻസ് കളിക്കുന്നത് സച്ചിൻ അത്ര ഇഷ്ടമാവില്ല. എന്നാൽ ഡാൻസ് കഴിഞ്ഞ് ആദിയും റീനുവും അമലിന്റെയും ഡേവിസിന്റെയും അടുത്താണ് വന്നിരുന്നത്. ആദിക്ക് സച്ചിനെ കാണുമ്പോൾ തന്നെ വലിയൊരു പുച്ഛമാണ്. എന്നാൽ ഇതേ സമയം അമലും സച്ചിനും കൂടി പുറകിലിരുന്ന് പറയുന്ന തമാശ കേട്ട് റീനു ചിരിക്കും. അതിനുശേഷം റീനുവും ആദിയും അകത്തേക്ക് കോസ്റ്റ്യൂം മാറാനായി പോകും. അപ്പോൾ സച്ചിൻ പറയും ഈ നാറി എന്തിനാ എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും കിടക്കാനായി പോകുമ്പോഴാണ് റീനുവും അവളുടെ കൂട്ടുകാരി കാർത്തികയും അവിടെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ സച്ചിനും അമൽ ഡേവിസും കൂടി റീനുവിന്റെ അടുത്ത് പോയി പരിചയപ്പെട്ടു. ഞങ്ങൾ ഗേറ്റിന്റെ എക്സാം കോച്ചിങ്ങിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ അവരോട് പറയും. എന്നാൽ ഹാളിലിരിക്കുന്ന ആദി റീനു സച്ചിനോട് സംസാരിക്കുന്നത് കാണും. എങ്കിൽ ശരി, നാളെ കല്യാണത്തിന് കാണാമെന്നും പറഞ്ഞ് റീനുവും കാർത്തികയും കിടക്കാനായി അകത്തേക്ക് പോകും. എന്നാൽ അപ്പോഴേക്കും ആദി എവിടെന്നോ പറന്നു വന്ന് സച്ചിനോട് ചോദിക്കും അവരൊക്കെ എങ്ങോട്ട് പോയി എന്ന്. സച്ചിൻ പറയും അവരകത്ത് കിടക്കാൻ പോയി എന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ കല്യാണ ചടങ്ങുകളെല്ലാം കഴിയും. എന്നാൽ അപ്പോഴേക്കും ആദി റീനുവിനോട് പറയും എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല, എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂർ വരെ പോകണമെന്ന്. എന്നാൽ ഇതേ സമയം സച്ചിനും അമൽ ഡേവിസും കല്യാണം കഴിഞ്ഞ് തിരികെ പോകാനായി നിൽക്കുകയാണ്. റീനുവിനെ പോകാൻ നേരം കാണാൻ കഴിയാത്തതിൽ സച്ചിന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് റീനുവിന്റെ ഫ്രണ്ട് കാർത്തിക അവരോട് വന്ന് പറയുന്നത് ഹൈദരാബാദിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാനും റീനുവും വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സച്ചിന് വലിയ സന്തോഷമാവും. എന്നാൽ ഇതേ സമയം റീനുവും കാർത്തികയും സച്ചിനോടൊപ്പമാണ് ഹൈദരാബാദിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞ ആദി പറയും നിങ്ങൾ അവന്മാരോടൊപ്പമൊന്നും പോണ്ട, അവന്മാരെ കണ്ടാൽ തന്നെ വലിയ ഫ്രോഡാണെന്ന് അറിയാമെന്ന് പറയും. അവർ പാവങ്ങളാണെന്നൊക്കെ റീനു പറഞ്ഞ് ഒരുവിധം ആദിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ അവർ 4 പേരും ആന്ധ്രയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകും. അങ്ങനെ ആ ട്രിപ്പിൽ റീനുവും സച്ചിനും കുറെ സംസാരിക്കുകയും അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പോൾ അവർ റീനുവിനെയും കാർത്തികയെയും അവരുടെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യും. എന്നാൽ അതിനുശേഷം സച്ചിൻ അമലിനോട് പറയും എനിക്ക് റീനുവിനെ വളരെയധികം ഇഷ്ടമാണ്, ഞാൻ ഇവിടുത്തെ പഠിത്തമൊക്കെ നിർത്തിയ ശേഷം എന്തെങ്കിലും ഒരു ജോലി ട്രൈ ചെയ്യും, എന്നിട്ട് നമുക്ക് റീനുവിന്റെ ഫ്ലാറ്റിന്റെ അടുത്തേക്ക് മാറാമെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം തന്നെ അമൽ ഡേവിസിന്റെ ഹൈദരാബാദിലുള്ള ആന്റിയുടെ ഒരു റെസ്റ്റോറന്റിൽ സച്ചിന് ജോലി വാങ്ങി കൊടുക്കും. അതിനുശേഷം അമൽ ഡേവിസ് കാർത്തികയ്ക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ അവിടെ നല്ല ഫ്ലാറ്റ് വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കും. എന്നാൽ ഇതേ സമയം ഓഫീസിലുള്ള ആദി റീനുവിന്റെ മുന്നിൽ ഷോ കാണിക്കാനായി അവിടെയുള്ള ഗേൾസിന്റെ സെക്യൂരിറ്റിക്കായി പെപ്പർ സ്പ്രേ ഗിഫ്റ്റ് ചെയ്യും. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഓഫീസിലെ കൾച്ചറൽ ഡേയുടെ അന്ന് ആദ്യം റീനുവും കപ്പിൾസായി റാം വാക്ക് ചെയ്തിരിക്കുന്നതിന്റെ സ്റ്റോറി അമൽ സച്ചിനെ കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ സച്ചിന് വലിയ ദേഷ്യം വരും. എന്നാൽ അടുത്ത ദിവസം റീനുവിന്റെ ഫ്രണ്ട് കാർത്തിക അവർക്കായി സെറ്റ് ചെയ്ത് കൊടുത്ത പുതിയ ഫ്ലാറ്റിലേക്ക് അമൽ ഡേവിസും സച്ചിനും വരും. ടെറസിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാർത്തികിനെയും റീനുവിനെയും വിളിച്ച ശേഷം ഞങ്ങൾ ഇവിടെ പുതിയ റൂമിലെത്തി എന്ന് അവർ ഫോൺ വിളിച്ചു പറയും. ഇവിടെ രണ്ടുപേരുടെയും ഫ്ലാറ്റുകൾ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ടെറസിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാമായിരുന്നു. അങ്ങനെ സച്ചിനും അമലും അവരെ രണ്ടുപേരെയും ഒരു കോഫി കുടിക്കാനായി വിളിക്കും. അങ്ങനെ കോഫി കുടിക്കുന്നതിനിടയിൽ സച്ചിൻ അവരോട് പറയും നമുക്ക് അടുത്ത സൺഡേ പബ്ബിൽ പോയാലോ, കപ്പിൾസായി പോവുകയാണെങ്കിൽ നമുക്ക് പബ്ബിൽ ഫ്രീ എൻട്രി ആയിരിക്കുമെന്ന് പറയും. അങ്ങനെ അടുത്ത സൺഡേ റീനുവും കാർത്തികും അവരോടൊപ്പം പബ്ബിലേക്ക് പോവാനായി ഒരുങ്ങുമ്പോഴാണ് അവരുടെ റൂംമേറ്റും പബ്ബിലേക്ക് വരുന്നെന്ന് പറയുന്നത്. കാർത്തിക ഉടനെ സച്ചിനെ വിളിച്ച് പറയും ഞങ്ങളുടെ റൂംമേറ്റും പബ്ബിലേക്ക് വരുന്നെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവൾക്കും കൂടി ഒരു പയ്യനെ ഒപ്പിച്ചാലല്ലേ ഫ്രീ ആയിട്ട് പബ്ബിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കാമെന്ന് സച്ചിൻ അവളോട് പറയും. സച്ചിൻ അമലിനോട് ഒരുത്തനെ കൂടി എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന് പറയുമ്പോൾ അമൽ പറയും എൻ്റെ ആന്റിയുടെ മകനുണ്ട്, അവൻ ആളൊരു പഠിപ്പിസ്റ്റാണ്, വല്ല മാത്സ് എക്സിബിഷൻ ഉണ്ടെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവാമെന്ന് പറയും. അങ്ങനെ ആന്റിയുടെ മകൻ മാത്യുവിനെയും കൊണ്ട് അവർ പബ്ബിലേക്ക് പോകും. മാത്യു ഒരു പഠിപ്പിയായത് കൊണ്ട് തന്നെ അവൻ ഇതുവരെ പബ്ബിലൊന്നും വന്നിട്ടില്ല. എനിക്കിവിടെ സെറ്റാകില്ല, ഞാൻ തിരികെ പോകാൻ പോകുന്നുവെന്നും പറഞ്ഞ് മാത്യു പോവാനായി ഒരുങ്ങും. ഈ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇടിക്കുമെന്നും പറഞ്ഞ് അമൽ ഡേവിസ് മാത്യുവിനെയും കൊണ്ട് അകത്തേക്ക് പോകും. അങ്ങനെ അവർ പബ്ബിലെ ചിൽ വൈബിലിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് റീനുവും കാർത്തികയും ഡാൻസ് കളിക്കാനായി പോകും.
അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ സച്ചിനോടും അമലിനോടും ഡാൻസ് കളിക്കാൻ വരാൻ പറയും. എന്നാൽ ഇവന്മാരെന്താ ഡാൻസ് കളിക്കാൻ വരാത്തതെന്നും പറഞ്ഞ് കാർത്തിക അവരുടെ അടുത്ത് വന്ന് ചോദിക്കും. അമൽ ഡേവിസ് കാർത്തികയോട് പറയും, എടി ഈ സച്ചിന് നിന്റെ ഫ്രണ്ട് റീനുവിനെ ഇഷ്ടമാണ്. എന്നാൽ റീനു പറയും, അതൊന്നും സെറ്റാവില്ല, അവൾ വെൽ സെറ്റിൽഡായ ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. എന്നാൽ ഇവനാണെങ്കിലോ ജോലിയും കൂലിയും ഇല്ലാതെ റെസ്റ്റോറന്റ്, ഗേറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ. അവൾ ചിലപ്പോൾ ഓഫീസിലെ ആദ്യമായി സെറ്റാവാനാണ് ചാൻസ് എന്ന് പറയും. എന്നിട്ട് അവൾ വീണ്ടും റീനുവിന്റെ അടുത്തേക്ക് പോയി ഡാൻസ് ചെയ്യും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ സച്ചിൻ ആകെപ്പാടെ തകർന്നു പോകും. അവൻ ആ വിഷമത്തിൽ അവിടെ ഇരിക്കുന്ന മദ്യമെല്ലാം എടുത്ത് കുടിച്ച് ബോധമില്ലാതെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ച് അവസാനം ലെക്ക് കെട്ട് തറയിൽ വീഴും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ റീനു തന്റെ കൊളീഗ്സിന് ട്രീറ്റ് ചെയ്യാനായി കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യും. എന്നാൽ അത് കൊണ്ടുവരുന്നത് സച്ചിനായിരുന്നു. എന്നാൽ അപ്പോൾ അവൾ സച്ചിനോട് പറയും, നീ നിന്റെ CV എനിക്ക് അയക്കുകയാണ്, കമ്പനിയിലൊരു ഓപ്പണിംഗ് ഉണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി സെറ്റാക്കാമെന്ന് പറയും. എങ്കിൽ ശരിയടാ, നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞ് അവൾ ഓഫീസിലേക്ക് പോകും. അങ്ങനെ ഓഫീസിലെത്തി ആ ഫുഡ് ആദ്യോടൊപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയും, ഈ ഫുഡ് കൊണ്ടുവന്നത് കല്യാണത്തിന് വന്ന സച്ചിനാണ് എന്ന്. എന്നാൽ ആദി പറയും, ഈ തെണ്ടിയൊക്കെ ആയിട്ട് നിനക്ക് ഇപ്പോഴും കമ്പനിമാരുമായിട്ടൊന്നും കമ്പനി കൂടരുതെന്ന് ആദി റീനുവിനോട് പറയും. എന്നാൽ അടുത്ത ദിവസം സച്ചിൻ തന്റെ പഴയ കൂട്ടുകാരനോടൊപ്പം താൻ പഠിച്ച കോളേജിൽ തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കാനായി വരും. സർട്ടിഫിക്കറ്റ് മേടിച്ച ശേഷം സച്ചിൻ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴാണ് റീനു നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് അവൻ കാണും. അവൻ ഉടനെ തന്നെ റീനുവിനെ വിളിച്ച്, നീ എന്താ നാട്ടിലേക്ക് പോണതെന്ന് ചോദിക്കും. എന്നാൽ റീനു ഫോൺ എടുത്തിട്ട്, നീ ഇന്നലെ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, എന്റെ വയറ് കേടായി എന്ന് പറയും. സച്ചിൻ എന്നിട്ട് അവളോട്, നീ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സേലത്തെത്താറായെന്ന് പറയും. എന്നാൽ സച്ചിനും അപ്പോൾ സേലത്താണ് ഉണ്ടായിരുന്നത്. സച്ചിൻ അവളോട് പറയും, ഈ സേലത്തെത്തുമ്പോഴേക്കും ഞാനൊരു പച്ചമരുന്ന് കൊണ്ട് തരും, അത് കഴിച്ചാൽ അസുഖം മാറുമെന്ന് പറയും. റീനു അവനോട് വേണ്ട എന്നൊക്കെ പറയും. എന്നാൽ ട്രെയിൻ സേലത്തെത്തുമ്പോഴേക്കും സച്ചിൻ ഓടിക്കിതച്ച് അവളുടെ കമ്പാർട്ട്മെന്റിലേക്ക് ഓടും. എന്നാൽ പോകുന്ന വഴിക്ക് അവനൊന്ന് തറയിൽ വീഴും. വീണ ഫോണും എടുത്ത് അവൻ റീനുവിന്റെ അടുത്തേക്ക് ചെന്ന് ആ പച്ചമരുന്ന് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും ട്രെയിൻ മൂവ് ആവും. റീനു ട്രെയിനിൽ കയറിയ ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറയും. എന്നാൽ ട്രെയിനിൽ കയറിയ റീനു തനിക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്ത സച്ചിനെ ഫോൺ വിളിക്കാമെന്നും പറഞ്ഞ് അവൾ അവനെ കോൾ ചെയ്യും. കോൾ എടുത്ത സച്ചിൻ ഇതാരാ എന്ന് ചോദിക്കും. എന്നിട്ട് അവൻ റീനുവിനോട് പറയും, നിനക്ക് മരുന്ന് തരാൻ വന്നപ്പോൾ എന്റെ ഫോൺ തറയിൽ വീണ് പൊട്ടിയെന്ന്. എന്നിട്ട് അവൻ പറയും, ഞാനും ഈ ട്രെയിനിൽ തന്നെയുണ്ട്, ഒന്ന് നാട്ടിലേക്ക് പോകാമെന്ന് കരുതിയെന്ന്. അപ്പോൾ റീനു പറയും, അടുത്ത സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തുമ്പോൾ നീ എന്റെ കമ്പാർട്ട്മെന്റിലേക്ക് വന്നോളൂ എന്ന് പറയും. ട്രെയിൻ അടുത്ത സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സച്ചിൻ അവളുടെ കമ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ റീനു അവനോട് ചോദിക്കും, എന്താ മോനെ നിനക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നിയത്? എന്നോട് വല്ല ലവ് ട്രാക്കും പിടിക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നീ ജസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്തതാണെന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും ട്രെയിനിന്റെ അകത്തേക്ക് വന്ന് ജോളിയായി ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും റീനുവിന്റെ ഫോണിലേക്ക് ആദ്യ വീഡിയോ കോൾ ചെയ്യും. എന്നാൽ അപ്പോഴേക്കും റീനുവിന്റെ അടുത്ത് സച്ചിൻ ഇരിക്കുന്നത് കണ്ട് സച്ചിൻ ചോദിക്കും, നീ എന്തിനാ ഇവനെ പോലെയുള്ളവരുടെയൊക്കെ കൂടെ പോകുന്നത്? എന്നാൽ അപ്പോഴേക്കും റേഞ്ച് മിസ്സായി ആ കോള് കട്ടാകും. എന്നിട്ട് അവർ രണ്ടുപേരും തങ്ങളുടെ ഫാമിലിയെ കുറിച്ചും സച്ചിൻ ഇനി അടുത്ത UK വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ അവളോട് പറയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സച്ചിന്റെ സ്റ്റേഷൻ എത്തുമ്പോൾ അവൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ നേരം റീനു അവനോട് പറയും, അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ ആണ്, നീ ഡേവിസും തീർച്ചയായും എന്റെ ബർത്ത്ഡേക്ക് വരണം, ഡേവിസ് വന്നില്ലെങ്കിലും നീ എന്തായാലും വരണമെന്ന് പറയും. ശരി, ഞാൻ എന്തായാലും വരാമെന്നും പറഞ്ഞ് സച്ചിൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും തിരികെ വീട്ടിലെത്തിയ ശേഷം പരസ്പരം ചാറ്റ് ചെയ്യുകയും കൂടുതൽ ക്ലോസ് ആകുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് അവൻ തിരികെ ഹൈദരാബാദിലേക്ക് തന്നെ വരും. ഹൈദരാബാദിലെത്തി റീനുവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ നേരം തന്റെ പൊട്ടിയ ഫോണിന് പകരം റീനു തനിക്ക് തന്ന ഫോൺ അവൻ ഡേവിസിന് എടുത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും റീനുവിന്റെ ഫ്ളാറ്റിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ അപ്പോൾ ആദിയും ഉണ്ടായിരുന്നു. ആദിക്ക് സച്ചിൻ അങ്ങോട്ട് വന്നത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സച്ചിൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ റീനുവിന് വലിയ ഇഷ്ടമാകും. അതേസമയം ആദിയാകട്ടെ റീനുവിന്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെയെങ്കിലും മണിയടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം സച്ചിനും ഡേവിസും സോഫയിൽ മാറിയിരുന്ന് കഴിക്കുകയാണ്. ആദിയാകട്ടെ റീനുവിന്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെയെങ്കിലും സോപ്പിടാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം റീനു ഫുഡും എടുത്ത് സച്ചിന്റെ അടുത്ത് പോയി ഇരിക്കും. എന്നാൽ അപ്പോഴേക്കും ആദി റീനുവിന്റെ അച്ഛനെയും അമ്മയെയും അവർ പോകുന്ന ഒണ്ടേ ട്രിപ്പിനായി വിളിക്കും. എന്നാൽ റീനു ആകട്ടെ സച്ചിനെയും ഡേവിസിനെയും കൂടി ആ ട്രിപ്പിലേക്ക് വരാൻ പറയും. എന്നാൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം ആദി റീനുവിനോട് പറയും, ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലേ എന്ന്. എന്നിട്ട് അവൾക്കൊരു 10 രൂപയുടെ നോട്ട് എടുത്ത് നോക്കും. എന്നാൽ ആ നോട്ടിലെ സീരിയൽ നമ്പർ റീനുവിന്റെ ബർത്ത്ഡേ ഡേറ്റ് ആയിരുന്നു. റീനു അത് കണ്ട സന്തോഷത്തിൽ അവനെ വന്ന് ഹഗ് ചെയ്യും. എന്നാൽ ഇത് കാണുന്ന അമൽ ഡേവിസ് സച്ചിനോട് പറയും, എടാ മോനെ, ഇവൻ നിനക്കൊരു വെല്ലുവിളിയാണ്, ഇവനെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന്. അങ്ങനെ അടുത്ത ദിവസം അവരെല്ലാവരും ഒണ്ടേ പാർട്ടിക്കായി പോകും. സച്ചിനും ഡേവിസും കൂടി അവരെ കൂടെ ഒപ്പം ജോയിൻ ചെയ്യും. അങ്ങനെ ഒരു സ്ഥലത്തെത്തി സച്ചിൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വന്ന് അവന്റെ ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം റീനുവിനോട് പറയും, ഇതല്ലേ നിന്റെ കളഞ്ഞു പോയ ഫോൺ, ഇത് ഇവനാണ് മോഷ്ടിച്ചതെന്ന്. എന്നാൽ റീനു പറയും, ഇത് ഇവൻ മോഷ്ടിച്ചതൊന്നുമല്ല, ഇവന്റെ ഫോൺ പൊട്ടിപ്പോയപ്പോൾ ഞാനാണിത് കൊടുത്തത്. ആദ്യം എന്തിനെ ഇങ്ങനെ ചീപ്പായി ചിന്തിക്കുന്നതെന്ന് റീനു പറയും.
അങ്ങനെ ആദ്യം ആകെപ്പാടെ ആ ട്രിപ്പിൽ ഇഞ്ചിയാകും. അങ്ങനെ സച്ചിനും റീനുവും അമലും എല്ലാവരും കൂടി ആ ട്രിപ്പിൽ കിടന്ന് എൻജോയ് ചെയ്യും. ആദ്യം മാത്രം അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറിയിരിക്കും. അങ്ങനെ ട്രിപ്പ് കഴിയുമ്പോഴേക്കും സച്ചിനെയും അവന്റെ കൂട്ടുകാരെയും എല്ലാവർക്കും ഇഷ്ടമാകും. അങ്ങനെ ആ ട്രിപ്പിന് ശേഷം റീനുവും സച്ചിനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആകും. അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം തന്റെ വീട്ടിൽ വെച്ച് റീനു സച്ചിനോട് പറയും, നിന്റെ അടുത്ത് എത്ര നാളായി CV എനിക്ക് അയക്കാൻ പറയുന്നു, നാളെ നമുക്ക് എവിടെയെങ്കിലും പോയി CV പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം അവരൊരു കഫേയിൽ വന്ന് CV പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സച്ചിൻ റീനുവിന്റെ ചെവിയുടെ അടുത്ത് വന്ന് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ അപ്പോൾ തന്നെ റീനു നോ പറയും. അപ്പോൾ സച്ചിൻ ചോദിക്കും, പിന്നെ നീ എന്തിനാണ് ഇത്രയും കാലം എന്നെ പാമ്പർ ചെയ്ത് എനിക്ക് ജോലിയും ഫോണൊക്കെ തന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുമ്പോഴേക്കും സച്ചിൻ അവളോട് പിണങ്ങി അവിടെ നിന്ന് രണ്ടുപേരും രണ്ട് വഴിക്കും പോകും. അങ്ങനെ സച്ചിൻ പിണങ്ങിപ്പോയതിൽ അപ്സെറ്റായി തിരികെ റൂമിലെത്തിയ റീനു എല്ലാവരോടും ദേഷ്യപ്പെടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റീനുവിന്റെ ഫ്രണ്ട് കാർത്തിക അവളോട് വന്ന് പറയും, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ കമ്പനിയിലേക്ക് മാറുകയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ റീനുവിന് നല്ല വിഷമമാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തുന്ന റീനുവിനോട് ആദി പറയും, നീയും നിന്റെ ആ ഫ്രണ്ട്സും ചേർന്ന് അന്ന് എന്നെ ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു, നീയും കൂടി അതിന് കൂട്ടുനിൽക്കുമെന്ന് കരുതിയില്ല എന്ന് ആദി പറയും. ആദി റീനുവിനെ വളയ്ക്കാൻ ഒരു ഇമോഷണൽ ഡാമേജ് വേ നോക്കിയതാണ്. അങ്ങനെ അന്ന് ഈവനിങ് റീനു സച്ചിൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്ക് ചെല്ലും. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആകുമെന്ന് അവൻ അവളോട് പറയും. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് സച്ചിൻ ഇറങ്ങുമ്പോഴും റീനു അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് റീനു അവനോട് പറയും, ഇനി നമുക്ക് അധികം സംസാരിക്കേണ്ട, അതുകൊണ്ടാണ് നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അതുകൊണ്ട് ഇനി വലിയ കോണ്ടാക്റ്റ് ഒന്നും വേണ്ട, പിന്നെ നിന്നെ റിജക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പെണ്ണൊന്നുമല്ലല്ലോ ഞാനെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും റീനുവിന് ഓഫീസിൽ നിന്നൊരു അർജന്റ് കോള് വരും. എന്നാൽ സച്ചിനാകട്ടെ റീനു തന്ന ഫോൺ അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം അവളോട് ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് നടന്നു പോകും. റീനു അവനെ വിളിക്കുമെങ്കിലും അവൻ നിൽക്കാൻ കൂട്ടാക്കില്ല. എന്നാൽ അവിടെ നിന്ന് അവൻ നേരെ വന്നത് തന്റെ മുറിയിലേക്കാണ്. എന്നിട്ട് അമൽ ഡേവിസിനോട് പറയും, എടാ അവൾ എന്നോട് നോ പറഞ്ഞു, പക്ഷെ എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവന് സങ്കടം സഹിക്കാൻ വയ്യാതെ തന്റെ കൂട്ടുകാരനോട് പറയും, എനിക്ക് അവളെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു എന്ന്. എന്നാൽ അടുത്ത ദിവസം റീനു സച്ചിനെ അന്വേഷിച്ച് അവരുടെ മുറിയിലേക്ക് വരുമ്പോൾ അമൽ ഡേവിസ് പറയും, അവൻ ചെന്നൈയിലേക്ക് ജോലി അന്വേഷിച്ച് പോയെന്ന്. അപ്പോൾ റീനു പറയും, അതെന്താ അവൻ എന്നോട് പറയാതെ പോയതെന്ന്, നീയല്ലേ ഇനി അവനോട് കോണ്ടാക്ട് വെക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് അമൽ പറയും. എന്നാൽ ചെന്നൈയിൽ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമെങ്കിലും സച്ചിന് ജോലിയൊന്നും ആകില്ല. അതുകൊണ്ട് അവൻ ചില റിയാലിറ്റി ഷോയിൽ വെറുതെ ഇരുന്ന് കൈയടിക്കുന്ന ആളായി പോകും. അവന് തുച്ഛമായ ശമ്പളം അതിൽ നിന്ന് കിട്ടിയിരുന്നു. റീനു അവനെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യുമെങ്കിലും അവൻ ഫോൺ എടുക്കില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റീനുവിന്റെ കൂട്ടുകാരി കാർത്തികയുടെ കല്യാണത്തിന്റെ പാർട്ടി നടക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് അമൽ ഡേവിസും സച്ചിനും വരും. അങ്ങനെ പാർട്ടിയിലെത്തി അവർ രണ്ടുപേരും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സച്ചിൻ റീനുവിനെ കാണും. റീനുവിനെ കൈയെടുത്ത് കാണിച്ച ശേഷം വീണ്ടും മദ്യം കുടിക്കും. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും, ഞാൻ നിന്നെ ഒരുപാടധികം കോണ്ടാക്ട് ചെയ്തു, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. എന്നാൽ സച്ചിൻ പറയും, ഫോൺ എടുത്തിട്ട് എന്തിനാ എന്ന്, നിനക്ക് സുഖമാണോ, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ പറയും, ഞാൻ നാളെ UK പോകാൻ പോവുകയാണ്, ഇവിടെ നിന്ന് എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അതുകൊണ്ട് രാവിലെ ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് വന്ന് സച്ചിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവൻ സച്ചിനോട് പറയും, നീ എന്തിനാടാ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വലിഞ്ഞു കയറി വരുന്നതെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. എന്നാൽ അപ്പോഴേക്കും റീനു അങ്ങോട്ടേക്ക് വരുമ്പോൾ ആദ്യം പറയും, നീ എവളെ പിറകെ നടക്കണ്ട, ഇവൾ എൻ്റെ പെണ്ണാണ് എന്ന്. എന്നാൽ ദേഷ്യം വന്ന റീനു അവനോട് പറയും, എനിക്ക് തന്നോട് ഇഷ്ടമാണെന്ന് ആരാണ് പറഞ്ഞതെന്ന്. ഇത് കേട്ട സച്ചിൻ ആദിയെ കളിയാക്കും. ആദി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അടുത്ത ദിവസം സച്ചിൻ UK പോകാനായി ഒരുങ്ങുകയാണ്. സച്ചിൻ അപ്പോഴും റീനു അങ്ങോട്ടേക്ക് വരുമെന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും റീനുവും കാർത്തികയും അങ്ങോട്ടേക്ക് വരും. റീനു സച്ചിനോട് പറയും, ഞാനും കൂടി നിന്നോടൊപ്പം എയർപോർട്ട് വരെ വന്നോട്ടെ എന്ന് ചോദിക്കും. പിന്നെ റീനുവും സച്ചിനെ കൊണ്ടാക്കാനായി പോവുകയാണ്. പോകുന്ന വഴിക്ക് അവളെ പിരിയുന്ന വിഷമത്തിൽ അവൻ എന്തൊക്കെയോ അവനോട് പറയും. എന്നാൽ ഇതേ സമയം സച്ചിനോട് ദേഷ്യമുണ്ടായിരുന്ന ആദി കുറെ ഗുണ്ടകളെയും വിളിച്ച് അവരുടെ കാറിനെ ഫോളോ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ ഇത് കണ്ട് പേടിച്ച ആദി പറയും, ഇവൻ എന്നെ UK പോവാൻ സമ്മതിക്കില്ല എന്ന്. എന്നാൽ അപ്പോൾ റീനു പറയും, നീ എന്തിനാ UK പോകുന്നത്, നീ ഇവിടെ നില്ല്, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് നിന്നെ ഒരുപാടധികം ഇഷ്ടമാണെന്ന് പറയും. ഇത് കേട്ട് സച്ചിൻ ആകെപ്പാടെ ഷോക്കാകും. എന്നാൽ അപ്പോഴേക്കും ആദിയും ഗുണ്ടകളും അവരുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ ആദി മുൻപ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത പെപ്പർ സ്പ്രേ എടുത്ത് റീനു ആദിയുടെയും ആ ഗുണ്ടകളുടെയും കണ്ണിലേക്ക് അടിക്കും. എന്നിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തിയ ശേഷം ആദി അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നിനക്ക് ഇപ്പോഴാണ് ഇത് പറയാൻ തോന്നിയത് എന്ന്. എന്നിട്ട് അവൾ അവനോട് പറയും, നീ പേടിക്കണ്ട, നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് പറയും. നീ ഒരു കാര്യം മറക്കണ്ട, നമ്മൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നും പറഞ്ഞ് അവൾ അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. അതിനുശേഷം അവരോട് ബൈ പറഞ്ഞ് സച്ചിൻ UK ഫ്ലൈറ്റ് എടുക്കാനായി പോവുകയാണ്. അങ്ങനെ അവൻ തൻ്റെ ലവറായ റീനുവിനോട് ബൈ പറഞ്ഞ് UK ജോലിക്കായി പോവുകയാണ്.
സച്ചിൻ യൂറോപ്പിലേക്ക് പോകുമെങ്കിലും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടത്തിലാകും. അങ്ങനെ ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.